ചെങ്ങന്നൂരിലെ ABVP പ്രവർത്തകൻ വിശാൽ വധക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന 19 പേരായിരുന്നു കേസിലെ പ്രതികൾ. 2012 ജൂലൈ 17 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നവാഗതർക്ക് ABVP പ്രവർത്തകർ സ്വീകരണമൊരുക്കിയ ചടങ്ങിടെയായിരുന്നു കൊലപാതകം. കൊലപാതകം നടന്ന് 13 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ നിർണായകമായ വിധി വരുന്നത്. വിധി നിരാശാജനകമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. 2012 ജൂലൈ 16 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് വിശാൽ എന്ന ABVP പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട കേസിലാണ് ഇപ്പോൾ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള മാവേലിക്കര കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. മാവേലിക്കര അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതി ജഡ്ജിയാണ് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പ്രതികളെയാണ് വെറുതെ വിട്ടുള്ളത്. ഈ കേസിൽ 20 പേർക്കെതിരെയായിരുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഇതിലൊരാൾ പ്രായപൂർത്തിയാകാത്ത ആളായിരുന്നു. ക്രിസ്ത്യൻ കോളേജിൽ നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ABVP ഒരുക്കിയ പരിപാടിക്ക് മുന്നിലേക്ക് ആണ് ഇത്തരത്തിൽ ആയുധങ്ങളുമായി എത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വിശാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. അന്ന് കോളേജിൽ എത്തിയ വിശാലിന് കുത്തേൽക്കുകയായിരുന്നു. വിശാലിനൊപ്പം തന്നെ 2 സുഹൃത്തുക്കൾക്കും ആ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. വിശാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും രാത്രിയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി വിശാൽ തന്നെ കുത്തിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് എന്നുള്ള വിശദാംശം സുഹൃത്തിനോട് പങ്കുവച്ചിരുന്നു. ഈ സുഹൃത്തിന്റെ മൊഴി ഉൾപ്പെടെ കോടതിയിൽ ആ സുഹൃത്ത് ഉൾപ്പെടെ 50 സാക്ഷികളാണ് കോടതിയിൽ മൊഴി നൽകിയത്. 205 രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് വീണ്ടും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കുറ്റപത്രം നൽകുകയും ചെയ്തു. ഈ കേസിലാണ് ഇപ്പോൾ പ്രതികൾക്ക് അനുകൂലമായ വിധി വന്നിരിക്കുന്നത്. വിശാൽ കൊല്ലപ്പെട്ട കേസിൽ ABVP പ്രവർത്തകനായ വിശാൽ കൊല്ലപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 20 പേരെയും വെറുതെ വിട്ടുകൊണ്ടാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.